നമസ്കാരം, ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ തിരിച്ചടിക്ക് നന്ദി സൂചകമായി യുപിയിലെ 17 നവജാത ശിശുക്കൾക്ക് സിന്ദൂർ എന്ന് പേരിട്ട് മാതാപിതാക്കൾ. പാസ്റ്റർ ജോൺ ജബരാജിന് ഹൈക്കോടതിയിൽ ജാമ്യം. പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 1ാം ക്ലാസ്സിൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി. മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ലിയോ 14 മാർപ്പാപ്പ. മെയ് 24 കാട്ടാക്കടയിൽ UPS കൗൺസിൽ ജില്ലാ സമ്മേളനവും പഠനോപകരണ വിതരണവും. അറുന്നൂറ്റിമംഗലത്ത് മാവേലിക്കര ഈസ്റ്റ് സെന്റർ PIP ആനുവൽ മീറ്റിംഗ്. ഓസ്ട്രേലിയയിൽ ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലി സ്പിരിച്വൽ ഫെസ്റ്റ്. PCI ദേശീയ സമിതിക്ക് നവനേതൃത്വം. പ്രസിഡന്റായി പാസ്റ്റർ ജെ ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തിന്റെ തിരിച്ചടിക്ക് നന്ദി സൂചകമായി യുപിയിലെ 17 നവജാത ശിശുക്കൾക്ക് സിന്ദൂർ എന്ന് പേരിട്ട് മാതാപിതാക്കൾ. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായതിനെ തുടർന്ന് യുപിയിലെ 17 നവജാത ശിശുക്കൾക്ക് മാതാപിതാക്കൾ സിന്ദൂർ എന്ന് പേരിട്ടു. യുപിയിലെ കുശിനഗർ ജില്ലയിൽ മെയ് 9-നും 10-നും ജനിച്ച കുട്ടികൾക്കാണ് സിന്ദൂർ എന്ന പേര് നൽകിയത്. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. പഹൽഗാമിലെ ആക്രമണത്തിന് സൈന്യ തിരിച്ചടി നൽകി 2 ദിവസം കഴിഞ്ഞാണ് എൻ്റെ കുട്ടി ജനിച്ചത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നും അതിർത്തിയിൽ പോരാടുന്ന സൈനികരോടുള്ള നന്ദി സൂചകവുമായാണ് കുട്ടിക്ക് സിന്ദൂർ എന്ന പേര് നൽകിയത്. നേഹ ഗുപ്ത എന്ന യുവതി ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. പാസ്റ്റർ ജോൺ ജബരാജിന് ഹൈക്കോടതിയിൽ ജാമ്യം. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ പാസ്റ്റർ ജോൺ ജബരാജിന് ചെന്നൈ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഏപ്രിൽ 12-ന് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ വെച്ചാണ് ജോൺ ജബരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് റിമാൻഡ് ചെയ്തു. കിങ്സ് ജനറേഷൻ ചർച്ചിന്റെ ലീഡ് പാസ്റ്ററായ ജോൺ ജബരാജിന്റെ ചുമതലയിലുള്ള പ്രവർത്തനമാണ് ലേവി മിനിസ്ട്രീസ്. പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നും പാകിസ്ഥാനിലെ ആണവോർജ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര ആണവ കമ്മീഷൻ ഏറ്റെടുക്കണമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി നടത്തിയ ശ്രീനഗർ സന്ദർശനത്തിനിടെ ബദാമി ബാഗ് കന്റോൺമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തതും തെമ്മാടിയുമായ ഒരു രാജ്യത്തിന്റെ കൈകളിൽ ആണവായുധങ്ങൾ സുരക്ഷിതമാണോ? ആണവായുധ ബ്ലാക്ക് മെയിലിംഗ് ആണ് പാകിസ്ഥാൻ നടത്തുന്നത്. അതിനാൽ പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ സൂക്ഷിപ്പ് ചുമതല അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസി ഏറ്റെടുക്കണമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു. 1ാം ക്ലാസ്സിൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി. 1ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുന്ന വിദ്യാലയങ്ങളുടെ അംഗീകാരം റദ്ദാക്കുമെന്നും PTA ഫണ്ടായി ചില സ്കൂളുകളിൽ 5000 മുതൽ 10000 രൂപ വരെ വാങ്ങാറുണ്ടെന്നും രക്ഷകർത്താക്കൾ ഒരു കാരണവശാലും ഈ പണം നൽകരുതെന്നും അതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും അഡ്മിഷൻ തടഞ്ഞു വെക്കില്ലെന്നും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇപ്രകാരം പറഞ്ഞത്. +1 അഡ്മിഷനിൽ ഒരു ക്രമക്കേടും അനുവദിക്കില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ലിയോ 14 മാർപ്പാപ്പ. സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പക്ഷപാതപരമായ സംവാദങ്ങളിൽ ഏർപ്പെടരുതെന്നും മാധ്യമങ്ങളോട് ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം. മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയെ വത്തിക്കാനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജോലി ചെയ്തതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട റിപ്പോർട്ടർമാരെ മോചിപ്പിക്കണമെന്നും തടവറയിൽ കഴിയുന്ന മാധ്യമ പ്രവർത്തകരുടെ കഷ്ടപ്പാടുകൾ രാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും മനസാക്ഷിക്ക് വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 24-ന് കാട്ടാക്കടയിൽ UPS കൗൺസിൽ ജില്ലാ സമ്മേളനവും പഠനോപകരണ വിതരണവും. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 24-ന് കാട്ടാക്കട CSI പാരിഷ് ഹാളിൽ ജില്ലാ സമ്മേളനവും പഠനോപകരണ വിതരണവും നടക്കും. അഡ്വക്കേറ്റ് A റഷീദ് ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് സ്റ്റീഫൻ MLA പഠനോപകരണ വിതരണം നടത്തും. ഡേവിഡ് സാമുവൽ, ബാബു പറയത്തുംകാട്ടിൽ എന്നിവർ SSLC +2 വിജയികളെ അനുമോദിക്കും. അറുന്നൂറ്റിമംഗലത്ത് മാവേലിക്കര ഈസ്റ്റ് സെന്റർ PIP ആനുവൽ മീറ്റിംഗ്. മാവേലിക്കര ഈസ്റ്റ് സെന്റർ PIPയുടെ ആഭിമുഖ്യത്തിൽ മെയ് 23-ന് അറുന്നൂറ്റിമംഗലം IPC എബനേസർ ചർച്ചിൽ ആനുവൽ മീറ്റിംഗ് നടക്കും. പാസ്റ്റർ തോമസ് ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിക്കും. ബ്രദർ ബോവസ് രാജു ആൻഡ് ടീം ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ബ്രദർ ജസ്റ്റിൻ നെടുവേലി മുഖ്യ അതിഥിയായിരിക്കും. ഓസ്ട്രേലിയയിൽ ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലി സ്പിരിച്വൽ ഫെസ്റ്റ്. ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 31-ന് ഓസ്ട്രേലിയയിലെ 2 ഹാരിസ് സ്ട്രീറ്റ്
ലിൻബ്രൂക്ക് കമ്മ്യൂണിറ്റി സെന്ററിൽ സ്പിരിച്വൽ ഫെസ്റ്റ് നടക്കും. പാസ്റ്റർ PC ചെറിയാൻ പ്രസംഗിക്കും. പാസ്റ്റർ ബിന്നി മാത്യു നേതൃത്വം നൽകും. PCI ദേശീയ സമിതിക്ക് നവനേതൃത്വം. പ്രസിഡന്റായി പാസ്റ്റർ J. ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഭാരതത്തിലെ പെന്തക്കോസ് ഐക്യപ്രവർത്തനങ്ങളുടെ പൊതുവേദിയായ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി പാസ്റ്റർ J. ജോസഫ്, ജനറൽ സെക്രട്ടറിയായി ജോജി I. മാത്യൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജിനു വർഗീസ് പത്തനാപുരമാണ് ട്രഷറർ. വൈസ് പ്രസിഡന്റുമാരായി പാസ്റ്റർ Y. യോഹന്നാൻ ജയ്പൂർ, സാം എബ്രഹാം കലാമണ്ണി, പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം എന്നിവരും സെക്രട്ടറിമാരായി ബിജു വർഗീസ്, ബെന്നി കൊച്ചുവടക്കേൽ, പാസ്റ്റർ ലിജോ K. ജോസഫ്, പാസ്റ്റർ റെയ്സൺ ജോണി എന്നിവരും നാഷണൽ കോർഡിനേറ്റർമാരായി അജി കുളങ്ങര, പ്രയർ ബോർഡ് കൺവീനറായി പാസ്റ്റർ MK കരുണാകരൻ, ചാരിറ്റി ബോർഡ് കൺവീനറായി PD വർഗീസ്, ചെന്നൈ മീഡിയ കൺവീനറായി ബ്ലസൻ ജോൺ മലയിൽ എന്നിവരും നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളായി പാസ്റ്റർമാരായ തോമസ് വർഗീസ്, ഷാജി അലുവിള, KO ജോൺസൺ, TY ജോൺസൺ, ജിജി ചാക്കോ, നോബിൾ P. തോമസ്, ജെയ്സ് പാണ്ടനാട്, ഫിന്നി P. മാത്യു, സാബു ചാപ്രത്, എബ്രഹാം മന്നമരുതി, തോമസ് M. പുളിവേലിൽ, ജെയിംസ് V. ഫിലിപ്പ്, അലക്സ് ജോൺ, മാത്യു ബേബി, വിജോയ് ജോൺ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ ജനറൽ ബോഡിയിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. രാജ്യത്തിന്റെ തിരിച്ചടിക്ക് നന്ദി സൂചകമായി UPയിലെ 17 നവജാത ശിശുക്കൾക്ക് സിന്ധു എന്ന് പേരിട്ട് മാതാപിതാക്കൾ. പാസ്റ്റർ ജോൺ ജബരാജിന് ഹൈക്കോടതിയിൽ ജാമ്യം. പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 1ാം ക്ലാസ്സിൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി. മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ലിയോ 14 മാർപ്പാപ്പ. മെയ് 24 കാട്ടാക്കടയിൽ UPS കൗൺസിൽ ജില്ലാ സമ്മേളനവും പഠനോപകരണ വിതരണവും. വെൺമണിയിൽ ഷാലോം ചിൽഡ്രൻസ് ക്ലബ്ബ് 10ാമത് വാർഷിക സമ്മേളനം. അറുന്നൂറ്റിമംഗലത്ത് മാവേലിക്കര ഈസ്റ്റ് സെന്റർ PAP ആനുവൽ മീറ്റിംഗ്. ഓസ്ട്രേലിയയിൽ ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലി സ്പിരിച്വൽ ഫെസ്റ്റ്. PCI ദേശീയ സമിതിക്ക് നവനേതൃത്വം. പ്രസിഡന്റായി പാസ്റ്റർ J. ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ആഴ്ചയിലെ വാർത്തകളോട് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.